അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇപ്പം സമയം ഒരു 4:30 ആയിട്ടുണ്ട്. രാവിലെ എണീക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4:30 പ്രത്യേക ഒരു രസം തന്നെ ഞാൻ തന്നെ കണ്ടെത്തും. ഇന്ന് ഞങ്ങൾ പോകുന്നത് കോറിക്കട്ട് ഫോർട്ടിലേക്കാണ്. വലിയ വലിയ ചരിത്രങ്ങളൊക്കെ ഈ ഫോർട്ടിനുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 923 മീറ്റർ ഉയരത്തിലാണ് ഈ കോട്ടയുള്ളത്. പിന്നെ ചരിത്രം പരിശോധിക്കണമെങ്കിൽ 1657 ഛത്രപതി ശിവാജി മഹാരാജാവാണ് ഇത് പിടിച്ചെടുത്തത്. പിന്നീട് 1819 ബ്രിട്ടീഷുകാർ കയ്യിലാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വിശദമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു സാഹസിക യാത്രയുടെ തുടക്കം പോലെയായിരുന്നു. കാരണം മഴയുള്ള കാരണം ഫുള്ള് ചളി പിളിയായിട്ട് നിൽക്കുന്നതുകൊണ്ടും കുറച്ച് ഹൈറ്റിൽ കയറാനുള്ളതുകൊണ്ടും ഫസ്റ്റത്തെ ഒരു 20 മിനിറ്റ് ഞങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾക്ക് ഈസി ആയിട്ട് നടന്നെത്താൻ പറ്റുന്നതായിരുന്നു. പിന്നെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തവരെ ഞങ്ങൾക്കൊരു ഒരു മണിക്കൂർ എടുത്തിട്ടുണ്ട് എന്തായാലും. അത് കഴിഞ്ഞിട്ടും സ്റ്റെപ്പ് കയറി നമ്മൾ കോട്ടയിലെത്താൻ വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ ആരും മല കയറി ശീലമില്ലാത്തവരാണ്. അപ്പം നമുക്ക് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബിസ്ക്കറ്റും വെള്ളമൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ക്ഷീണിക്കുമ്പോൾ അവിടെ നിന്ന് ബിസ്ക്കറ്റ് കഴിക്കും, വെള്ളം കുടിക്കും, അങ്ങനെയൊക്കെ കൂടിയാണ് അത്ര ടൈം എടുക്കും. ഞങ്ങൾ പോയത് പിന്നൊരു പെർഫെക്റ്റ് കാലാവസ്ഥയാണെന്ന് തന്നെ എനിക്ക് പറയാം. കാരണം നല്ല മഴയും മഞ്ഞും തണുപ്പും കാറ്റും ഒക്കെ കൂടെ കൂടിയൊരു മിക്സഡ് കാലാവസ്ഥയിലാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പകുതി ക്ഷീണം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ എന്തോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ആ മഴയിലും മഞ്ഞിലൊക്കെ ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ വന്നിട്ട് ഒരു 2-3 കോട്ടയിൽ പോയിട്ടുണ്ട്. പക്ഷേ ആ ഫോർട്ടിലൊക്കെ പോയതിലും വെച്ചിട്ട് പോയ വഴികളും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടത് ഈ കോറിക്കട്ട് ഫോർട്ടിൽ തന്നെയാണ്. എനിക്ക് മാത്രം തോന്നിയ കാര്യമാണോ എന്ന് എനിക്കറിയില്ല. കാരണം ചില ഭാഗങ്ങൾ എനിക്ക് എൻ്റെ മൈൻഡിൽ എപ്പോഴും സ്റ്റെക്കായി നിന്നിട്ടുള്ള ചില വിഷ്വൽസ് എനിക്കവിടെ കാണാൻ പറ്റി. ചില കാട് ഏരിയ, ചില പുല്ലുകൾ, ചിലപ്പോൾ ഞാൻ എവിടെയെങ്കിലും കണ്ട് മൂവിയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ട ഒരു ഇത് വെച്ചിട്ടായിരിക്കും എനിക്കങ്ങനെ തോന്നുന്നത്. ചില മരങ്ങളും അതൊക്കെ എനിക്കിങ്ങനെ എന്താ പറയുക, എൻ്റെ മനസ്സിൽ എന്നോ സ്റ്റെക്കായി കിടന്ന ഒരു സംഭവം ഞാനിപ്പോൾ ഇങ്ങനെ കാണുന്ന പോലെ. അതുപോലെ തന്നെ ഈ കോട്ടയുടെ ഓരോ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കാൻ ഇരിക്കുന്ന സ്ഥലവും ഒക്കെ അടിപൊളി ആയതുകൊണ്ട് നമുക്ക് അത്ര ബോറടി ഇല്ലാതെ നമ്മളിങ്ങനെ കാറ്റും തണുപ്പും ഒക്കെ ആസ്വദിച്ചാണ് നമ്മൾ മുകളിൽ വരെ എത്തിയത്. വീഡിയോയിലോ ഫോട്ടോയിലോ ഒന്നും ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി അതെനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അത് നേരിട്ട് അനുഭവിക്കുമ്പോൾ ഒരു ഫീല് വേറെ തന്നെയാണ്. ആ ഒരു നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയും അത് വേറെ തന്നെ ഒരു ഭംഗിയാണ്. എനിക്കിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഫോണൊന്നും യൂസ് ചെയ്യാതെ വേറെ സംസാരമൊന്നും ഇല്ലാതെ 5 മിനിറ്റ് അവിടെ ഇങ്ങനെ ഇരിക്കണം. എവിടെയാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ആ ഒരു ട്രിപ്പിൻ്റെ ഫുൾഫിൽനെസ് അവിടെ കിട്ടും. കാരണം അവിടെ 5 മിനിറ്റ് ഇരിക്കുമ്പം ആ ഒരു സ്ഥലത്തുള്ള കാറ്റ്, തണുപ്പ്, കിളികളുടെ സൗണ്ട് അതൊക്കെ ഇങ്ങനെ ഒരു സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കണം. അത് ഭയങ്കര ഒരു ഭംഗിയാണ്, നല്ല രസമാണ്. കാരണം പോയാൽ കൂടുതലും ഞാൻ ഫോട്ടോ എടുക്കും, വീഡിയോസ് എടുക്കും, നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കും, ചുറ്റുപാട് നടന്ന് നമ്മളെ സ്ഥലങ്ങളൊക്കെ കാണും, അങ്ങനെയാണ് ഉണ്ടാവല്ലേ. പക്ഷേ ഒരു 5 മിനിറ്റ് മതി, പോരുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇരിക്കണം. അത് ഭയങ്കര ഒരു രസമുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ചില ടൈമിൽ എനിക്ക് ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് നൈസ് എന്തെങ്കിലും ഒരു മ്യൂസിക് ഇട്ടിട്ട് അവിടെ അങ്ങനെ ഇരിക്കണം. അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ചില ടൈമിൽ ഇങ്ങനെ നമ്മൾ അവിടെ ആയിട്ട് ഇരുന്നിട്ട് അവിടുത്തെ കാറ്റിൻ്റെയും കിളീൻ്റെയും ഒക്കെ സൗണ്ട് ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ നല്ല രസമാണ്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഉച്ച സമയമാണ്, നട്ടുച്ച എന്ന് പറയുന്ന സമയമാണിത്. നമ്മൾ അവിടെ എത്തിയിട്ട് അറിഞ്ഞതേ ഇല്ല സമയം പോയതും. പിന്നെ അവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് വലിയ ടയേർഡാവുന്ന ഒരു കാലാവസ്ഥയല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ സമയമൊന്നും നോക്കിയിട്ടേ ഇല്ലായിരുന്നു. പിന്നെ വിശപ്പിൻ്റെ വിളി എല്ലാവർക്കും വന്ന് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഇത്ര സമയമായല്ലോ എന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ജസ്റ്റ് മെല്ലെ അങ്ങനെ താഴോട്ടിറങ്ങുമ്പോൾ പിന്നെ പെട്ടെന്ന് എത്തിയിട്ടുണ്ട്.